നാളെ എപ്പോഴാ? നാളത്തെ കാര്യം നാളെ. ഈ കള്ളക്കളി അമ്മ എങ്ങാനും അറിഞ്ഞാൽ മതി. അന്ന് കെട്ടിക്കും എന്നെ തിരുവനന്തപുരത്തേക്ക്. ഇത് ഓർത്തോണ്ടിരുന്നാ മതി. അവസാനം ഡയലോഗൊക്കെ മറക്കും. പറഞ്ഞേക്കാം. പൂക്കുളങ്ങര ഭഗവതിയുടെ പറയറിയിപ്പാന്നേ. ഇവിടെ ആർക്കും ഇപ്പൊ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. എങ്കിലും നടന്നോട്ടെ. എന്തായിരുന്നു വല്യമ്മാവ അത്? ഭഗവതി പറയുന്നതിന്റെ അറിയിപ്പാ. ഭഗവതി പറയും പറ്റും. കണ്ട കാലം മറന്നു. മുമ്പ് ഈ വലിയ കോയിക്കെന്ന് പൂക്കുളങ്ങര ഭഗവതി അൻപൊലിയായി എടുത്തിട്ടുള്ളത്. ഇപ്പൊ ആർക്കാ താല്പര്യം? പുതിയ കാലം, പുതിയ മുറ, എല്ലാം ഒരു പേരിലങ്ങ് നടക്കുന്നു, അത്ര തന്നെ. കണ്ണ കണ്ണ എഴുന്നേറ്റ കണ്ണ. ഇതെന്തോ ഉറക്കായത്? എന്തു അമ്മ ഇത്? അമ്മയല്ലേ പടി പടി നിർബന്ധിക്കുന്നേ. ഇന്നലെ രാത്രി മുഴുവൻ പഠിക്കുകയായിരുന്നു. വെളുക്കാറായപ്പോഴാ ഒന്ന് കിടന്ന്. എന്നിട്ടാ ഇങ്ങനെ വെളുക്കുന്നവരായിരുന്നു പഠിക്കാൻ ഞാൻ പറഞ്ഞു? പറഞ്ഞില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എപ്പോഴും വഴക്കാ. സാരമില്ല, എഴുന്നേറ്റ് പോയി ഒന്ന് കുളിച്ചേ. നമുക്കൊന്ന് അമ്പലത്തിൽ പോണം. എന്തിനാ? ഇന്ന് നിന്റെ ജന്മനക്ഷത്രമാ. അമ്മയ്ക്കൊരു നേർച്ചയുണ്ട്. അമ്പലത്തിൽ പോവാം. പക്ഷെ ഇന്നിനി പകല മുഴുവൻ ഞാനൊന്നും പഠിക്കില്ല. എനിക്കൊന്ന് കറങ്ങാൻ പോണം. സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ചെത്തിക്കോളാം. അതായത് പൂക്കുളങ്ങര ഭഗവതി കൊമ്പും കുഴലും കൊട്ടും വെടിയായിട്ട് മെഴുവട്ടക്കൊടയും പിടിച്ച് തന്റെ കയറി തുള്ളി ഉറഞ്ഞിങ്ങ് വരും രാത്രിയില്. എന്നിട്ടൊരൊറ്റ വലിയ മൂക്കിക്കൂടെ അകത്തേക്ക് എല്ലാരും. എന്നിട്ട് പൂക്കുളങ്ങര അമ്പലക്കുളത്തിൽ ചെന്ന് ഒരൊറ്റ തുമ്മല. അപ്പോ മൂക്കിന്നൊരു കൊമ്പിങ്ങനെ ഇറങ്ങി വരും. ആ കൊമ്പ് വെച്ചൊരൊറ്റ കുത്ത എല്ലാരെയും. രാത്രിയില് തന്റെ കേറി തുള്ളി ഉറഞ്ഞ്. കണ്ണ പോണോ? നിർബന്ധമാണോ? പോണം കോപു. അമ്മയോട് പറഞ്ഞു പോയതുകൊണ്ടാ. എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാനിങ്ങ് പോരാം. തീർച്ച. നീ തിരിച്ചു വരുന്നത് ഞങ്ങളൊക്കെ വെറുതെ ഇരിക്കാന്ന് ഓർത്തോണം. ഞാൻ എളുപ്പം എത്തിക്കോളാന്നേ. ഓ, ഇങ്ങനെ ഒരു അമ്മയെ പേടിക്കാറ്. ആരാമ്മ എന്റെ മുറിക്കകത്ത് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത്? അത് രാധിക വന്നു ബാംഗ്ലൂരിന്ന്. രാധിക? ഏത് രാധിക? ഏത് രാധിക വന്നു? അമേരിക്കയിലെ ജയദേവമാവന്റെ മോള്. അല്ലേലും നിനക്ക് ആരെ അറിയാവുന്നേ? ആരായാലെന്താ? അതിന് എന്റെ മുറി എന്നെ കൊടുക്കണമെന്ന് എന്താ അത്ര നിർബന്ധം?
അവള് ഡാൻസ് അരങ്ങേറ്റത്തിന് വന്നാ കണ്ണ റിഹേഴ്സലൊക്കെ എടുക്കാൻ വലിയ മുറി കൊടുക്കണ്ടേ? നിന്റെ സാധനങ്ങളൊക്കെ ആ കൊച്ചു മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ സമ്മതിക്കില്ല. ഈ മുറി എന്റേതാ പണ്ട് മുതലേ. ഓ, നീ എന്തിനാ കണ്ണ ഒച്ച എടുക്കുന്നേ? ഞാനല്ല കൊടുത്തത്, അമ്മയാ. അങ്ങോട്ട് പോയി ചോദിക്കും ചെല്ല്. എന്നാ പണി അമ്മൂമ്മയെ കാണിച്ചേ? എന്റെ മുറി എന്തിനാ വല്ലവർക്കും കൊടുത്തത്? വല്ലവർക്കാണോ കൊടുത്തത്? രാധിക മോക്കല്ലേ കൊടുത്തത്? അവൾ 9 വർഷം കഴിഞ്ഞിട്ട് വരിക. പോരെങ്കിൽ അവൾക്ക് ഡാൻസ് റിഹേഴ്സൽ ഇട്ട് നടത്താനുള്ളതാ. ഓ, ഡാൻസ് എനിക്ക് പഠിക്കാനുള്ളതാ. എനിക്ക് ആ മുറിയിൽ നിന്നാലും പഠിത്തം വരും. എനിക്ക് ആ മുറി തന്നെ വേണം. വെറുതെ ഇരിക്കുക കണ്ണ. രാധിക അവൾ ഉച്ചയ്ക്ക് പോലും ആഹാരം കഴിച്ചിട്ടില്ല. അവൾക്ക് കുറച്ച് പച്ചക്കറി കൂട്ടാനുണ്ടാക്കാന്ന് വിചാരിച്ചപ്പോഴാ അവന്റെ ഒരു മുറി പ്രശ്നം. ജയദേവമാമന്റെ മോള് രാധിക. എത്ര കാലം മുമ്പാ കണ്ടത്? ഓർക്കുന്നുണ്ടാവുമോ? പണ്ട് സർപ്പക്കാവിലെ അരളിമരച്ചോട്ടിൽ വെച്ച് നല്ല മധുരമാ, കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞ് ഞാനൊരു പച്ചത്തുമ്പിയെ പിടിച്ചു തന്നതും നീ കഴിച്ചതും. അതിൽ പിന്നെ എവിടെയായിരുന്നു ഇത്ര കാലം? ഇപ്പം വളർന്നല്ലോ ഒത്തിരി. മാനം മുട്ടെ എന്റെ മനസ്സ് നിറയെ. കണ്ണ, പിണങ്ങിയിരിക്കുകയാണോ? കൊള്ളാമേ, നല്ല പണിയാ കാണിച്ചത്. ഞാൻ പറയുന്ന ഒന്ന് കേക്കുമോനെ. ഒന്നാമത് ആ കുട്ടി ബാംഗ്ലൂരിലൊക്കെ വളർന്നല്ലേ, ഇത്ര സൗകര്യമുള്ള മുറിയൊക്കെ കൊടുക്കണ്ടേ? മാത്രമല്ല ആ കുട്ടിയുടെ വിസയൊക്കെ ശരിയായി അവൾ അമേരിക്കയ്ക്ക് പോകാനിരിക്കുക. അതിനു മുമ്പ് അവളുടെ ഡാൻസ് അരങ്ങേറ്റം നമ്മുടെ അമ്പലത്തിൽ വെച്ച് നടത്തണമെന്നാണ് ജയദേവമാവന്റെ ഒക്കെ ആശ. അതിന് റിഹേഴ്സലൊക്കെ എടുക്കണ്ടേ? കൂടാതെ അമ്മയും അച്ഛനും അമ്മാവനും ഒക്കെ വലിയ ടെൻഷനിലുവാ. അതെന്താ? ആരോടും പറയണ്ട. ഈ തറവാട്ടിൽ അധികകാലം നിർത്തിക്കൂടെന്നാ അവളുടെ ജാതകത്തില്. അവക്ക് ദോഷാത്രേ.
അതുകൊണ്ട് അവളെ ബാംഗ്ലൂരിൽ സതിയാന്റിയുടെ വീട്ടിൽ തന്നെ നിർത്തിയത്. ഇനി അവൾ ഇവിടുന്ന് തിരികെ പോകുന്നവരെ എല്ലാവർക്കും അങ്കലാപ്പ. നീ കണ്ടോ അവളെ? ഇല്ല. ആ, രേണുകയുടെ കൈയും പിടിച്ച് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. കൂടെ അവളുടെ അമ്മുമ്മയുണ്ട്. നിന്നെ തിരക്കിയായിരുന്നു. വാസന്തി ചേച്ചി, എന്താ വിജി? തപു ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. അവനെ കാണുന്നില്ല ചേച്ചി. ഇനി എവിടെ പോയി തപ്പാനാ? എങ്ങും കാണുന്നില്ലല്ലോ. രേണുമോളെ നോക്കിയോ എല്ലായിടത്തും? തിരുവനന്തപുരത്ത് എങ്ങും ഇല്ല കുഞ്ഞമ്മേ. എന്റെ ഭഗവതി, അവനിതെവിടെ പോയി? കുഞ്ഞമ്മ, എന്താ കുഞ്ഞമ്മ? കണ്ണ, എന്റെ മോനെ കാണുന്നില്ല കണ്ണ. അവൻ ഇവിടെ കാണും മോളെ. കണ്ണാ, പിള്ളേര് മുറിയിലൊക്കെ നോക്കുന്നത്, നീ ഇവിടെ പോയി നോക്കി. എല്ലായിടത്തും നോക്കിയോ വിജി? കൊറേ നേരമായി നോക്കുന്നു. മോളിലെങ്ങും ഇല്ലല്ലോ. ഇല്ല, നീ വാ. പരമേശ്വര, കുഞ്ഞിനെ വല്ല കിണറ്റിലോ കുളത്തിലോ? വേണ്ട, പെങ്ങളൊന്നും മിണ്ടണ്ട. അവിടെ എവിടെങ്കിലും പോയി. എന്താണോ ഇത്? കൊച്ചിനെ കാണാനല്ല, അപ്പഴാ തന്റെ ഒരു കായ്ക്കാങ്ങ. പോയി നോക്കണോ. നീ ബഹളം ഉണ്ടാക്കാതെ. ഞാൻ അവിടെ എല്ലാം നോക്കി, കുളിമുറിയിലും ഇല്ല. എന്റെ മോൻ കരയാതിരിക്കുന്നു. എന്റെ ഭഗവാനെ, വെക്കാതെ അവൻ അവിടെ എവിടെയെങ്കിലും ഇല്ല. മോനെ, ചേച്ചി അവനെ എവിടെയെങ്കിലും കണ്ടില്ല. നീ കരയാ. ഞാൻ എന്തോടെ മണത്തോണ്ട് നിൽക്കുന്നേ? അവിടെ എങ്ങനെ പോയി കൊച്ചിനെ നോക്കണോ. കണ്ണാ, കണ്ണ. കൊച്ചു കഴിവേറി, നീ പേടിപ്പിച്ചു കളഞ്ഞോടാ. അവനോണ്ട് എവിടെ എവിടെ? എനിക്കെങ്ങനെ അറിയാം? അവിടെ എവിടെ ശബ്ദം കേട്ടു. ഇറങ്ങ ഇറങ്ങ ഇറങ്ങോട്ട്. എന്തിനാടാ എന്റെ മോളിൽ കയറിയത്? മൂത്രം ഒഴിക്കാൻ നീ വേറെ ഒരു സ്ഥലവും കണ്ടില്ലല്ലേ? എന്തിനാ മോനെ ഇതിന്റെ മുകളിൽ കയറിയത്? ആര്? ഭഗവതി പറയോ? പേടിച്ചതാ. അയ്യേ, എന്തൊരു പേടിത്തൊണ്ടൻ. കൊച്ചു ഭീമ, നീ ഇത്ര പേടിത്തൊണ്ടായി. മതി മതി, ഇനി അവനാരും കളിയാക്കണ്ട. നീ പോരു മോനെ. എന്തിനാടെ കളന്ന് ഇങ്ങനെ പേടിച്ചേ? കരയരുത്. മതി മതി അവനെ കളിയാക്കിയത്. വേണ്ട വേണ്ട, ഇനി അവനെ ആരും വഴക്കിടിക്കണ്ട. നീ വാ. എങ്ങും കൊണ്ടു അയച്ചു, ഒന്ന് കുളിപ്പിക്കട്ടെ. നിക്കർ മുഴുവൻ മൂത്രോ. ഇതല്ലേ വാസന്തി കണ്ണൻ? ആ, കണ്ണ അറിയോ ആരാണെന്ന്? അറിയാം. രാധികയുടെ അമ്മുമ്മയാ, മഹേശ്വരി ചേച്ചി. എല്ലാരും പറയുന്നത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു കൊച്ചു പയ്യനാണെന്ന്. എത്ര വയസ്സായി? 19 കഴിഞ്ഞു. 19 കഴിഞ്ഞു അല്ലേ? രാധികയ്ക്ക് 16 ആയുള്ളൂ. എടി മോളെ, നീ കണ്ടില്ലേ കണ്ണനെ? കണ്ണൻ അറിഞ്ഞോ? അവള് അമേരിക്കയിൽ പോവാ. അവള് ഫസ്റ്റാ, പാട്ടിനും പഠിത്തത്തിനും ഒക്കെ. ആ, പിന്നെ അവക്ക് ഡാൻസും അറിയാം. എങ്ങോട്ട് പോന്ന രാധിയെ? വെറുതെ മിറ്റത്തേക്ക് പോവാ. സൂക്ഷിച്ചു പോണേ, വെട്ടവും വെളിച്ചൊന്നും ഇല്ലാത്ത നാടാ. എടാ കണ്ണ, എന്റെ പൊടി തീർന്നു. ആ വിശ്വമ്മന്റെ കടയിൽ നിന്ന് കുറച്ച് പൊടി മേടിച്ചോണ്ടാ. വാങ്ങാ പൂപ്പ.